ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചട്ടി വെച്ചു, ഇതെല്ലാം കൂടി എന്നെ കൂടെ നടക്കുക. അപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ സവോള ചൂടാണ് കേട്ടോ, ഒന്നും നിങ്ങൾക്ക് അറിയില്ല. കുറച്ച് പച്ചമുളക്, ഒരു മിനിറ്റ്. അപ്പം നമ്മൾ പച്ചമുളകും സവോളയും കൂടിയിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കാൻ പോകണം. അപ്പം അതിങ്ങനെ ആയിട്ട് വരുമ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട നമ്മളിപ്പോൾ ഒരു 3 മുട്ട അടച്ച് വെച്ചു. ഉപ്പിടണം. ഇത് നമ്മൾ ഉപ്പും പാത്രം എടുത്തു. ഉപ്പിട്ടു. അപ്പം നമ്മൾ മുട്ട ചിക്കി കഴിഞ്ഞ് അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയില ഇട്ടു. അപ്പോൾ മല്ലിയില ഇട്ട് ചിക്കി കഴിഞ്ഞ് അടുത്ത പരിപാടി ഇപ്പോൾ പറയാം. നമ്മൾ വേവിച്ച് വെച്ച കൊള്ളി കുറച്ചിട്ട്, ഇത്ര മതി കേട്ടോ, നമ്മൾ അത്രയൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ കൊള്ളി ഇട്ടു. ഇതിന് കൂടെ കുറച്ച് കുരുമുളക്. അപ്പം ഞാൻ കുരുമുളക് കൂടി ഇട്ടിട്ടില്ല, ഞാൻ കുറച്ച് കണ്ടിടുള്ളൂ. നിങ്ങൾ ഇടണം. ഇത് കയ്യിലില്ലാത്തതുകൊണ്ടല്ല, അപ്പോൾ വാങ്ങിക്കാൻ പോകും. അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില ഇട്ടു, സബോള ഇട്ടു, സബോള ഇട്ടു. അതിന് ശേഷം മൈക്ക് ഞാൻ താഴ്ത്തി വെക്കാൻ പോകണ ഒരൊത്തിരി പണിയുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഇത് നല്ല തട്ടുകട സ്റ്റൈലാണ് കേട്ടോ. എനിക്ക് തട്ടുകട പോയി പരിചയം, പക്ഷെ അവിടെ അങ്ങനെ തട്ടുകട ചെയ്യുമ്പോൾ നോക്കി നിന്ന് പഠിച്ചതാണ്. ഇത് നമ്മുടെ സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചു പോയാൽ അത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചെയ്യുന്നത്, ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കാം. അവിടെ ടേസ്റ്റ് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ടോ? ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മളത് കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടി എൻ്റെ കയ്യിലില്ല, ഞാൻ ഇടും. വെയിറ്റ്. അപ്പം നമ്മളിത് നന്നായി ഉടക്കണം. ഉടച്ച് കഴിഞ്ഞിട്ട് ഈ ചക്ക എടുക്ക്. ഉടച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഗ്യാസ്. ചെറിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഗ്യാസ്. ഇന്ന് നമുക്ക് ചോറൊന്നും വേണ്ട, ഇതാണ് ഫുഡ്. എനിക്കിങ്ങനെയുള്ള ഭക്ഷണമാണ് എനിക്കിഷ്ടം. ഞാൻ ചോറൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇത് ആദ്യം അങ്ങനെ പൊട്ടരുത്, നാളെയും കറി വെക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് വേണം പറ. ഇതിൻ്റെ മുകളിൽ സബോള വിതറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എന്ത് വേണം, നമ്മൾ മല്ലിയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. മല്ലിയില വിതറാം, സബോള വിതറാം, കുരുമുളക് പൊടി ഞാൻ വിതറാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫുഡ് തയ്യാറായി. നമുക്കിനി നല്ലൊരു ബ്രൂ കോഫിയും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് തയ്യാറായി.
കുരുമുളക് പൊടി ഇടണം, നല്ലോണം ഇടണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കുന്നു ചോദിക്കണം. അപ്പം നാളെ 4 മണിക്ക് ചായക്ക് ഇത് ഉണ്ടാക്കില്ല സംഭവം. ഞാൻ ഒരാൾക്ക് വെള്ളം കുടിക്കട്ടെ. നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകാശിക്ക് പോകണം നമ്മൾ. അപ്പോൾ ഇതിപ്പോൾ കഴിക്കാനുള്ളതല്ല, ഏകാശിക്ക് പോയി വന്നിട്ട് കഴിക്കാനാണ്. അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ. വാവ്. ഞാൻ തട്ടുകടയ്ക്ക് വിളിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എൻ്റെ പണി ഇപ്പോൾ അടുത്ത് തന്നെ കൊടുക്കും. സൂപ്പറായിട്ട് ചൂടായി കഴിഞ്ഞ ദിവസം ഉണ്ടാവില്ല ആണോ? ഞാൻ മാത്രമാണ് കഴിക്കുന്നത്. എനിക്കൊന്നും കഴിക്കുന്നത് ഫസ്റ്റ് ഇറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക.